മുത്തലാഖ് എന്താണ് എന്നത് നമ്മുടെ പ്രധാനമന്ത്രിക്കോ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾക്കോ വേണ്ട രീതിയിൽ മനസ്സിലായിട്ടില്ല എന്നതാണ് വിചിത്രമായ വസ്തുത. എന്നല്ല ഒട്ടുമിക്ക മുസ്ലിം സുഹൃത്തുക്കൾക്കും, മുസ്ലിങ്ങളിൽ തന്നെ വലിയൊരു വിഭാഗം മുത്തലാഖ് എന്ന് പറഞ്ഞാൽ 3 പെണ്ണ് കെട്ടുക എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയാണ് മുത്തലാഖ്. ഇസ്ലാമിൽ വിവാഹമോചനം തീരെ ഇഷ്ടമില്ലാത്ത, അഭികാമ്യമല്ലാത്തൊരു കാര്യമാണ്. അതായത് പ്രവാചകൻ പറഞ്ഞത് അബ്ഗദുൽ ഹലാൽ ഇൻദല്ലാഹി അത്തലാഖു, ദൈവത്തിന് ഏറ്റവും വിഷമമുള്ള, ദേഷ്യമുള്ള കാര്യവും ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചതിന് ശേഷം അവരെ വിവാഹമോചനം നടത്തുക എന്നതാണ്. അബ്ഗദ് എന്ന് പറഞ്ഞത്, അബ്ഗദ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ദേഷ്യമുള്ളത്. ഹലാൽ പക്ഷേ അനുവദനീയമാണ്. അനുവദനീയമാണെങ്കിലും ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ല ഒരു സ്ത്രീയെ വിവാഹമോചനം നടത്തുക എന്നത്. അപ്പം മുസ്ലിങ്ങളുടെ ഇടയിൽ ഇടക്കാലത്തൊക്കെ ഉണ്ടായിരുന്ന ചില സമ്പ്രദായങ്ങളുണ്ട്. കല്യാണം കഴിക്കുക, ഒഴിവാക്കുക, കല്യാണം കഴിക്കുക, ഒഴിവാക്കുക. പിന്നീട് ചില നിയന്ത്രണങ്ങൾ, വിദ്യാഭ്യാസപരമായ പുരോഗതിയും വിവരവും അറിവൊക്കെ വന്നതോടുകൂടി അതിൽ വലിയൊരു മാറ്റമുണ്ട്. എന്ന് വെച്ച് മുസ്ലിങ്ങളാണ് ഏറ്റവും അധികം വിവാഹമോചനം നടത്തുന്നത് പറയുന്നത് ശരിയല്ല. പിന്നെ ഗവൺമെൻറ് കണക്കനുസരിച്ച് മറ്റു വിഭാഗങ്ങളിൽ അത് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, മുത്തലാഖ് എന്ന് പറഞ്ഞാൽ വളരെ നിർബന്ധിതമായ സാഹചര്യത്തിൽ വേർപിരിയാൻ ഇസ്ലാം അനുവദിക്കുന്നു. അതിന് മുമ്പ് വിശുദ്ധ ഖുർആൻ പറയുന്നതനുസരിച്ച് ഫബഅസു ഹക്കമൻ മിൻ അഹ്ലിഹി വ ഹക്കമൻ മിൻ അഹ്ലിഹ, ഇന്നത്തെ രീതിയിലുള്ളതായ കോടതികൾ സമീപിക്കാനല്ല പറയുന്നത്. അവരുടെ ഭാര്യ, ഈ സ്ത്രീയുടെ പക്ഷത്തിൽ നിന്നുള്ളതായ ഒരു വിധികർത്താവ്, ഭർത്താവിൻ്റെ പക്ഷത്തിൽ നിന്നുള്ളൊരു വിധികർത്താവ്, ഹക്കമൻ മിൻ അഹ്ലിഹി വ ഹക്കമൻ മിൻ അഹ്ലിഹ. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. ഈ കുടുംബം, ഈ ദമ്പതികൾ യോജിച്ച് മുമ്പോട്ട് പോകണമെന്ന് ഏറ്റവും അധികം ആഗ്രഹമുണ്ടാവുക ബന്ധപ്പെട്ട കുടുംബങ്ങൾക്കാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നിങ്ങൾ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുള്ള കോടതിയെ സമീപിക്കൂ എന്നല്ല പറയുന്നത്. ആ കോടതി ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അഥവാ ദമ്പതികളിൽ ഇരുപേരുടെയും കുടുംബക്കാരടങ്ങിയതായ ഒരു കോടതിയായിരിക്കണം, അഥവാ ഉത്തരവാദപ്പെട്ട വ്യക്തികളായിരിക്കണം. അവരോട് പറഞ്ഞിട്ട് ഈ യുരീദ ഇസ്ലാഹൻ, എന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഏതെങ്കിലും രീതിയിൽ യോജിച്ച് പോകണമെന്നാണ് ഉദ്ദേശമെങ്കിൽ യുവഫിഖുല്ലാഹു ബൈനഹുമാ, അല്ലാഹു തആല അത് യോജിപ്പിക്കുക തന്നെ ചെയ്യും. അല്ല വേർപിരിഞ്ഞേ തീരൂ എങ്കിൽ ഒരു ചാൻസ് നൽകും ഒഴിവാക്കാൻ. അതാണ് തലാഖുൽ അവൽ, ഒന്നാമത്തെ തലാഖ്. എന്നിട്ട് അതിന് നിശ്ചിത സമയം കഴിഞ്ഞാൽ കഴിയുന്നതിന് മുമ്പ് ഈ ഭർത്താവിന് പുതിയൊരു വിവാഹം ചെയ്യാതെ തന്നെ അവളെ തിരിച്ചെടുക്കാം. അങ്ങനെ 3 ചാൻസ് നൽകുന്നുണ്ട്. തിരിച്ചെടുത്ത് വീണ്ടും അകന്നു പോവുക, പിരിഞ്ഞു പോവുകയാണെങ്കിൽ വീണ്ടും അവരെ തിരിച്ചെടുക്കാം. അങ്ങനെ 3 ചാൻസ്. ഇതിനാണ് മുത്തലാഖ് എന്ന് പറയുന്നത്. അത് ഞങ്ങൾ നിരോധിച്ചില്ലേ എന്നാണ് ഇപ്പോൾ ഈയിടെ പ്രധാനമന്ത്രി ചെയ്ത്, മുത്തലാഖ് ഞങ്ങൾ നിരോധിച്ചില്ലേ എന്ന് പറഞ്ഞാൽ വിവാഹമോചനം നിരോധിക്കുന്നില്ല. വിവാഹമോചനം തന്നെ പാടെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീയെ സംരക്ഷിച്ചു എന്ന് പറയാം. പക്ഷേ പലപ്പോഴും സ്ത്രീക്ക് ഇവനിൽ നിന്ന് വേർപിരിഞ്ഞ് പോകാനാണ് നല്ലത് എന്ന വശം നമ്മൾ കാണാതിരുന്നുകൂടാ. എല്ലാ ബന്ധവും പുരുഷൻ്റെ അടിമയായിക്കൊണ്ട് തന്നെ സ്ത്രീ അവരുടെ ജീവിതകാലം മുഴുവനും കഴിഞ്ഞു പോകുന്നത് നല്ലതായിരിക്കില്ല. ചിലപ്പോൾ അവർ തമ്മിൽ വേർപിരിയലായിരിക്കും സ്ത്രീയുടെ കാര്യത്തിന് നല്ലത്, പുരുഷൻ്റെ കാര്യത്തിന് നല്ലത്. അപ്പോൾ ആ ചാൻസ് അവിടെ നിലനിർത്തേണ്ടി വരും. ലോകത്ത് അങ്ങനെ ഒരു വ്യവസ്ഥയല്ല. വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഇസ്ലാം ചെയ്യുന്നത് 3 ചാൻസ് ഭർത്താവിന് നൽകാം. ആ സ്ത്രീ ഒഴിവാക്കി എന്നിട്ട് വീണ്ടും തിരിച്ചെടുക്കണമെന്ന് തോന്നി വീണ്ടും പുതിയ വിവാഹമില്ലാതെ തിരിച്ചെടുക്കുന്നു, വീണ്ടും അവർ ഒന്നിച്ച് ജീവിക്കുന്നു. പക്ഷെ ഒന്നിച്ച് ജീവിക്കുന്നു പറഞ്ഞാൽ തലാക്ക് ചെല്ലിയ സ്ത്രീക്ക്, ഒഴിവാക്കപ്പെടുന്നതായ സ്ത്രീക്ക് താമസം, ഭക്ഷണം, വസ്ത്രം എല്ലാം നൽകൽ പുരുഷന് നിർബന്ധമാണ്. അത് ഏറ്റവും വലിയ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത്, സ്ത്രീ പിണങ്ങി അങ്ങ് പോകും. പിണങ്ങിപ്പോയിട്ട് കുറേ കാലം അവളുടെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കും. പിന്നീട് 1-2 വർഷങ്ങൾക്ക് ശേഷം എന്നാൽ പിന്നെ ഒഴിവാക്കിക്കളിയാണ്, ഏതായാലും ഒഴിവായ മാതിരിയല്ല, നമ്മൾ ദമ്പതികളായിട്ടല്ലല്ലോ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് പോവുക ചെയ്യുന്നത്. ഇതങ്ങനല്ല. ആ സ്ത്രീ അവിടെ സ്വന്തം വീട്ടിൽ തലാക്ക് ചെല്ലിയതായ സ്ത്രീയെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർ ഒന്നിച്ച് ഒരിടത്ത് ഉറങ്ങാൻ പാടില്ല, അഥവാ ബെഡ് ഷെയർ ചെയ്യാൻ പാടില്ല. ഈ ഒരു വ്യവസ്ഥ മാത്രം. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും അതിലിപ്പോൾ ഏത് ആണായാലും ഇതൊക്കെ ഞാൻ ചെയ്യണം, ഇവൾക്ക് ഞാൻ വസ്ത്രം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, താമസം കൊടുക്കണം, എല്ലാം എങ്കിൽ പിന്നെ ഞാൻ അവളെ എൻ്റെ ഭാര്യനെ ആക്കട്ടെ എന്ന് ഏതാണും കവിഞ്ഞാൽ 1, 2, 3, 4 ദിവസം സെപ്പറേറ്റ് ആയി നിൽക്കും, 5-ാമത്തെ ദിവസം തിരിച്ചെടുക്കും. ഈ തിരിച്ചെടുക്കാനുള്ള ചാൻസ് ഇത് 3 തവണ ഉണ്ട്. ഇതിനാണ് മുത്തലാഖ് എന്ന് പറയുന്നത്. അല്ലാതെ 3 വട്ടം പെണ്ണിനെ ഒഴിവാക്കി ഇങ്ങോട്ടെടുത്തു, ഒഴിവാക്കി എടുത്തു, അതുപോലെ തന്നെ 3 കെട്ടുക. പലരും പറയുന്നത് മുത്തലാഖ് തന്നെ 3 വിവാഹം കഴിക്കാമെന്നാണ്.
ഈ തെറ്റിദ്ധാരണ പ്രധാനമന്ത്രിക്ക് വരെ ഒരളവോളമുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാൽ മനസ്സിലാകുന്നത്. ഇതിന് ഉത്തരവാദിത്വം മുസ്ലിം മതപണ്ഡിതന്മാരാണ്. കാര്യങ്ങൾ ഇത്തരമൊക്കെ സൗകര്യങ്ങൾ ഈ പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന് ആർക്കും എല്ലാം പല അവസരം ഉണ്ടായാലും ഈ വക കാര്യങ്ങളൊക്കെ സമൂഹത്തെ പഠിപ്പിക്കാനും ഇസ്ലാമിൻ്റെ സാങ്കേതിക പദങ്ങൾ എന്താണെന്നുള്ളത് വിശദീകരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ വളരെ തികഞ്ഞ പരാജയമാണ്. അവർ പണ്ടത്തെ മാതിരി ഇതിനാ നിസ്സാരമായ കാര്യങ്ങളെ പേരിൽ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുക. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന കാര്യത്തിൽ അവർ വളരെ പിറകിലാണ് എന്ന വാസ്തവം. കൽപ്പിച്ചുകൂട്ടി പ്രധാനമന്ത്രി സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറഞ്ഞോളാം. അദ്ദേഹത്തിന് കിട്ടിയ ഉപദേശങ്ങളും അദ്ദേഹം മനസ്സിലാക്കിയതനുസരിച്ച് മുത്തലാഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ അവരെ 3 ചൊല്ലി ഒഴിവാക്കലാണ് എന്ന ഒരു ധാരണ, ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സംസാരിച്ചു എന്നല്ലാതെ വെറുതെ പ്രധാനമന്ത്രിനെ, അദ്ദേഹം ആർജവമുള്ളൊരു പ്രധാനമന്ത്രിയാണെന്ന അഭിപ്രായക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അനാവശ്യമായി ഞാൻ വിമർശിക്കില്ല.